നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആരാണ്? ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ഓൺലൈൻ മൂവ്മെൻ്റ് ആയിട്ടാണ് ആദ്യം രംഗത്ത് വരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം കോടതി മുറിക്കുള്ളിൽ നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ടാണ് CJP എന്നൊരു ട്രോൾ പാർട്ടിക്ക് രൂപം കൊള്ളുന്നത്. അതിനുശേഷം ഇവർ ഓഫ്ലൈനായി വരികയായിരുന്നു. ജന്തർ മന്ദറിൽ അവർ പ്രക്ഷോഭം നടത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഓൺലൈൻ സപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നേരെ രംഗത്തേക്ക് വരുന്നത്. ആദ്യം CJP ഈ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശമാണ് വിവാദമാക്കിയതെങ്കിൽ രണ്ടാമതവർ നീറ്റ് വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അത് ചോർന്നു പോവുകയും ആ പരീക്ഷ റദ്ദാക്കുകയും രണ്ടാമത് പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്തു. ഈ ഒരു പശ്ചാത്തലം എടുത്തുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണെന്നും അദ്ദേഹം രാജിവെക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം ഈ CJP നടത്തിയത്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം തന്നെ വലിയ രീതിയിൽ സംശയത്തിൻ്റെ സൂചനകൾ നമുക്ക് നൽകുന്നതാണ്. എന്തായാലും ആ പ്രക്ഷോഭം വിജയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അവർ ഉന്നയിച്ച 3 ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആഘോഷമാണ് ജന്തർ മന്ദറിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോട് അനുബന്ധിച്ച് ഈ CJP നടത്തിയത്. ഈ പ്രവർത്തകർ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെല്ലാം നൃത്തം വയ്ക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ പോലും മുഴക്കുകയും പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രസ്താവനകൾ പലരും നടത്തുന്നു. ഇങ്ങനെ വലിയ പ്രകോപനപരമായ പല കാര്യങ്ങളും ദില്ലിയിലെ ആഘോഷ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ രാജ്യ തലസ്ഥാനത്തെ ദില്ലിയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു മുറിയിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം CJPയുടെ പ്രവർത്തകന്മാരെല്ലാം അവിടെ ഒത്തുകൂടുകയും വലിയ ഒരു DJ പാർട്ടി നടത്തുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് വ്യാപകമായി ചർച്ചയാകുന്നത്. അതായത് യുവാക്കളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ ചില ഇടപെടലുകൾ നടത്തി സമൂഹത്തിലും രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമായി മാറാനല്ല ഈ ചെറുപ്പക്കാർ ഇവിടെ വന്നിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവർ ചില പരിപാടികൾ അവിടെ നടത്തിയിരിക്കുന്നു. അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ ഒത്തുകൂടി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആഘോഷിക്കുകയാണ്, അവരുടെ വിജയം ആഘോഷിക്കുകയാണ്. ഈ പാർട്ടിയിൽ ലഹരി അടക്കം ഉണ്ടായിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന CJPയുടെ നേതാക്കന്മാരെ എല്ലാം നമുക്കതിൽ കാണാം. CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദേവിക്ക് ടൈഫോയിഡായി ചികിത്സയിലായിരുന്നു. എന്നിട്ട് പോലും ഈ അഭിജിത്ത് അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങൾ വന്നതോടുകൂടി രാജ്യമെമ്പാടും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെപ്പറ്റി സംശയങ്ങൾ ഉയരുകയാണ്. നേരത്തെ ജന്തർ മന്ദറിൽ ഏതാണ്ട് 37ഓളം ദിവസം സമരം ചെയ്തതിന് ശേഷമാണ് ഈ സമരം അവസാനിക്കുന്നത്. ഈ സമരത്തിൽ ഉടനീളം വിദേശികളുടെ സാന്നിധ്യം നേരത്തെ ചർച്ചയായി മാറിയിരുന്നു. അതായത് അമേരിക്കയിൽ നിന്നുള്ള ചില പൗരന്മാർ ഈ സമരത്തിൽ പങ്കെടുക്കുകയും സമരത്തെ ലീഡ് ചെയ്യുകയും സമരത്തിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് വിസ എടുത്ത് ഇവിടെ വന്നാൽ ഇവിടത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടാനേ പാടില്ല, എന്നാൽ ഇവിടത്തെ നടക്കുന്ന ഒരു സമരത്തിൽ ഇടപെടുന്നു, സർക്കാർ രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമടക്കം ഈ അമേരിക്കൻ പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ അമേരിക്കൻ പ്രതിനിധി CJPയുടെ സമരവേദിയിൽ എത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെലിവറി ആപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഡെലിവറി ആപ്പുകളിലൂടെ ഈ ജന്തർ മന്ദറിലെ സമര പന്തലിലേക്ക് നിരവധി ഭക്ഷ്യവസ്തുക്കൾ, ബിരിയാണിയും ബർഗറും ഒക്കെ വന്നുകൊണ്ടിരുന്നു. ഈ ഭക്ഷ്യവസ്തുക്കൾ ഇവരോടുള്ള സ്നേഹം കാരണം പലരും കൊടുക്കുന്നതാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഈ പ്രക്ഷോഭത്തിന് ഒരു ഹ്യൂജ് ഫണ്ടിങ് ഉണ്ടായിരുന്നുവെന്നും 200 മുതൽ 300 കോടി വരെ ഈ ഒരു പ്രചരണത്തിന് ചെലവായി എന്നും അതിൽ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള ആഡംബര താമസത്തിനും അതുപോലെ തന്നെ ഫുഡ് ആപ്പുകളിലൂടെയുള്ള ഭക്ഷണ വിതരണവും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. കാരണം വിദേശ രാജ്യത്ത് നിന്നാണ് പാറ്റകൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്, പ്രധാനമായും ഖത്തറിൽ നിന്നാണ്. ഖത്തറിലാണ് വളരെ ബൾക്കായി ഇത്തരത്തിലുള്ള ഫുഡ് ഓർഡർ ചെയ്യുക. ആ ഖത്തറിൽ നിന്നും ഇവിടെ ഫുഡ് സ്വീകരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ക്രമീകരണങ്ങൾ ചെയ്തത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട്
പോയിട്ടാണ്, രാഹുൽ ഗാന്ധി ഖത്തറിൽ പോയിട്ടാണ് എന്ന് പല സമൂഹ മാധ്യമങ്ങളിലും ആക്ഷേപമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും പാർട്ടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും മറ്റൊരു വകഭേദമാണ്, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയൊരു നേതൃത്വത്തെ അവർ വാർത്തെടുക്കുകയായിരുന്നു എന്നാണ് പലരും ഇതിൽ വിശ്വസിക്കുന്നത്. എന്തായാലും CJP കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും ആർക്കും മാറിയിട്ടില്ല. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം കുടിച്ചു കൂത്താടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു BJP നേതാവ് തന്നെയാണ് അത്തരം ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സംശയം ബലപ്പെടുകയാണ്. കാരണം ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഫണ്ട് നൽകി ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംശയമുണ്ട്. മാത്രമല്ല, ഈ ഭരണകൂടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ മറ്റ് ചില മാർഗങ്ങളിലൂടെ അട്ടിമറിക്കുക എന്ന പ്രവർത്തനമാണോ ഇവിടെ നടക്കുന്നത് എന്നും സംശയമുണ്ട്. എന്തായാലും DJ പാർട്ടിയിൽ പങ്കെടുക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇന്നിപ്പോൾ ലോകം കാണുകയാണ്, ഇന്ത്യ മുഴുവൻ കാണുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടെ മുറിയെടുത്ത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്ത് പാർട്ടി നടത്തുന്നത്? ഇതിനുള്ള ചെലവ് ആരാണ് വഹിക്കുന്നത്? ദില്ലിയിൽ മാത്രമല്ല, രാജ്യത്തുടനീളം പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഹോട്ടലുകൾ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തകർ സമരത്തിന് എത്താനിരുന്നത്. 200 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെയാണ് ഈ സമരത്തിന് മുതൽ മുടക്കിയത് എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, സെലിബ്രിറ്റികൾക്കും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനുമെല്ലാം 10,000-കണക്കിന് രൂപ നൽകി ഈ ഒരു ക്യാമ്പയിൻ പൊലിപ്പിക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി എന്നും ഇപ്പോൾ ആരോപണമുണ്ട്. ആ ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ DJ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ട് കുടിച്ചു കൂത്താടുന്ന CJP നേതാക്കന്മാരുടെ രംഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.